എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റാഗിയും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു നല്ല 4 മണി പലഹാരമാണ്, എണ്ണയില്ലാത്ത നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഏതെങ്കിലും പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ അടിപൊളി റെസിപ്പിയാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. ഇതുപോലത്തെ 4 കറുത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ തേങ്ങക്ക്. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തത് കേട്ടോ. 3 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളതാണ്. ആദ്യം തന്നെ ശർക്കര പാവാക്കി എടുക്കാം കേട്ടോ. അധികമൊന്നും വെള്ളം വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാവാക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അധികമൊന്നും വെള്ളം വേണ്ട കേട്ടോ. നമുക്കിനി പനിയാക്കി എടുക്കാം. നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട് കേട്ടോ, അത് അരിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ അധികം എടുക്കുക കേട്ടോ. എൻ്റെ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ 3 ആണി ശർക്കര എടുത്തില്ല. ഒരു കച്ചറയൊക്കെ ഉണ്ടാവും, അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇച്ചിരി കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് വറുത്ത് വെച്ചതായിരുന്നേ, ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് വറുത്ത് കോരി മാറ്റി കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇച്ചിരി ഒന്ന് കടിക്കുമ്പോൾ, തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മതി കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് അത് നമുക്ക് നെയ്യിൽ വറുത്ത് വരാം. ഇനി നമുക്ക് തേങ്ങ വറുത്ത് കോരാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് റെഡിയായി കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ വഴണ്ട് വരണം കേട്ടോ. നല്ല അടിപൊളി 4 മണി പലഹാരമാണ്, എണ്ണയില്ലാത്ത അടിപൊളി 4 മണി പലഹാരമാണ്. നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ച കശുവണ്ടിയും നമ്മുടെ കപ്പലണ്ടിയും കൂടെ ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഇടികല്ലിൽ വെച്ചിട്ടാണ് ഞാൻ ക്രഷ് ചെയ്യുന്നത്. മിക്സി ജാറിലിട്ടിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പൊടിയുണ്ട് കേട്ടോ, നല്ല കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഏത്തക്കയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിൽ ഇഷ്ടമുള്ള പോലെ തേങ്ങ എടുക്കുക കേട്ടോ, ഇത്ര അളവൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ള അളവ് എടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചായിട്ട് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച കടലയും നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന്
യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശർക്കരയുടെയും തേങ്ങയും പഴവും നമ്മുടെ റാഗി എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു മണവും ഏലക്കായെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. ഇനി ഞാൻ അതിലേക്ക് ഇച്ചിരി ഒരു 1/4 സ്പൂൺ പോലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന് മേലൊരു നെയ്യ് 1 സ്പൂൺ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും. മിക്സ്ചർ റെഡിയായി കേട്ടോ. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ആറട്ടെ. നമുക്ക് വാഴയിലെല്ലാം കിട്ടാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാനെന്നാ ചെയ്യുന്നതെന്നാ, പിന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നല്ലപോലെ കഴുകി ഇങ്ങനെ കീറി ഇങ്ങനെ വെക്കുക. കഴുകി കീറിയിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ തീയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം എത്തും കേട്ടോ. ചൂടൊക്കെ ആറി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഇല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഏത് ഷേപ്പ് ആക്കിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, നമുക്ക് ഇലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് 2 സൈഡും വാഴ നാര് വെച്ചിട്ട്, ഇതാ വാഴയുടെ നാരുണ്ടാവല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. 2 സൈഡും കെട്ടിക്കൊടുക്കണം കേട്ടോ. ഈ സൈഡും ഇങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി കുറച്ചല്ല അപ്പുറത്ത് 2 സൈഡിൽ നിന്ന് ഇതാ അങ്ങനെ മുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ആക്കിയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കട്ടെ. ഞാനെല്ലാം ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ആവിത്തട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിലേക്ക് ഒരു 5 മിനിറ്റ് 5 to 8 മിനിറ്റ് മതി കേട്ടോ. അധികം കൂടുതലൊന്നും വേവിക്കണ്ട. പക്ഷേ നമ്മൾ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ, ഒരു 8 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് ആവിക്ക് വെക്കാം. നമ്മുടെ ആവിക്ക് വെച്ചത് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊക്കെ സെറ്റായി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഒന്ന് പൊളിച്ച് നോക്കാം. ഇങ്ങനെ അടത്തിയെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതല്ലേ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.